മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. പാപം അറിയാത്ത പരിശുദ്ധനേശു നിൻ പാപങ്ങളഖിലവും ചുമന്നുകൊണ്ട്, പാപം അറിയാത്ത പരിശുദ്ധനേശു നിൻ പാപങ്ങളഖിലവും ചുമന്നുകൊണ്ട്, പാതകനെ പോൽ തൂങ്ങിടുന്നേത പരിശുദ്ധനാക്കി നിന്നെ സ്വർഗ്ഗി ചേർക്കുവാൻ. പാതകനെ പോൽ തൂങ്ങിടുന്നേത പരിശുദ്ധനാക്കി നിന്നെ സ്വർഗ്ഗി ചേർക്കുവാൻ. ഈ ദൈവസ്നേഹത്തെ ആഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. ഈ ദൈവസ്നേഹത്തെ ആഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ഡേവിഡ് പി ഐസക്, ഗുജറാത്ത്. പ്രാർത്ഥനയോടെ ധ്യാനചിന്തകൾ ശ്രമിക്കാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവിൻ്റെ രക്ഷിതാവുമായ ക്രിസ്തുയേശുവിൻ്റെ വലിയൊരു നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനവും പ്രഭാതവന്ദനവും അറിയിക്കുകയാണ്. ഇന്നത്തെ വചന ധ്യാനത്തിന് ആധാരമായി നമുക്ക് തിമോത്തിയോസിൻ്റെ ലേഖനത്തിലേക്ക് ശ്രദ്ധിക്കാം. നാം നാളിതുവരെ തിമോത്തിയോസിൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം വരെ പഠിച്ചു തീർക്കുവാനിടയായി. ഇന്ന് 4-ാം അധ്യായമാണ് പഠിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ ചില വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം: എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് പറയുന്നു. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടി എല്ലാം നല്ലത് സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല. ദൈവവചനത്താലും പ്രാർത്ഥനയാലും വിശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. കർത്താവിൻ്റെ വലിയൊരു നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വചന പഠനം ആരംഭിച്ചപ്പോൾ തന്നെ ഞാൻ ഇപ്രകാരം ഓർപ്പിക്കുകയുണ്ടായി. ഏതാണ്ട് 6 മനോഹരമായ മുറികളുള്ള ഒരു സൗധത്തോടുള്ള ബന്ധത്തിൽ, ഒരു കെട്ടിടത്തോടുള്ള ബന്ധത്തിലാണ് ഈ 1 തിമോത്തിയോസ് 6-ാം അധ്യായം നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നത്. 1-ാമത്തെ മുറി എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ലൈഫ്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നാം ദൈവവുമായിട്ട് ബന്ധപ്പെട്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടായി ക്രിസ്തുയേശുവിനെ രക്ഷകനായി സ്വീകരിക്കേണ്ട യാഥാർത്ഥ്യത്തെക്കുറിച്ച് 1-ന്റെ 15-ാമത്തെ വാക്യം: ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ള വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ എന്നുള്ള ആ നിർമ്മല സത്യത്തിൻ്റെ ഒരു ചിത്രം നമുക്ക് 1-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. 2-ാം അധ്യായം എന്ന് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനാ ജീവിതമാണ്. രക്ഷിക്കപ്പെട്ട ഒരാൾ പ്രാർത്ഥനാ ജീവിതത്തിലൂടെയാണ് അവൻ്റെ ആത്മീയ ജീവിതം മുന്നേറാൻ സാധിക്കുകയുള്ളൂ. 2-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം: അത് വിശുദ്ധന്മാർ എന്ത് ചെയ്യണം? അവരുടെ വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം. ആ പുരുഷന്മാരെല്ലാവരും വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണം എന്ന് 2-ാം അധ്യായം. 3 നമ്മുടെ മോറൽ ലൈഫ്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന ഒരുവന് മോറൽ ലൈഫ് ശരിയായിരിക്കണം. രക്ഷിക്കപ്പെട്ടു, പ്രാർത്ഥനാ ജീവിതമുണ്ട്, പക്ഷേ മോറൽ ലൈഫ് ശരിയല്ലെങ്കിൽ അതെ അവൻ്റെ ആത്മീയ ജീവിതത്തിൽ പരാജയം സംഭവിക്കും, വീണു പോകും. അതുകൊണ്ട് പ്രാക്ടിക്കൽ ലൈഫും അതുപോലെ തന്നെ നമ്മുടെ പൊസിഷണൽ ലൈഫും, അതായത് പ്രായോഗിക ജീവിതവും അതുപോലെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പദവിയും ഒരുപോലെ ഒന്നിച്ചു പോകണം. അതുകൊണ്ട് പൊസിഷൻ ലൈഫിന് അനുസരിച്ചായിരിക്കണം പ്രാക്ടിക്കൽ ലൈഫ് പോകേണ്ടത്. ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോകേണ്ടതാണ് എന്നുള്ള സത്യമാണ് നമ്മെ ഓർപ്പിക്കുന്നത്. ഒരുവന് രക്ഷയുണ്ട്, ഒരുവന് പ്രാർത്ഥന ജീവിതമുണ്ട്, എന്നാൽ മോറൽ ലൈഫ്, ധാർമ്മിക ജീവിതം വളരെ പരാജയപ്പെട്ടതാണെങ്കിൽ അത് എത്രയോ ഖേദകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോകണം എന്നുള്ള കാര്യം നമ്മെ ഓർപ്പിക്കുകയാണ്. 4-ാം അധ്യായത്തിലേക്ക് വരാം.
4-ാം അധ്യായം എന്ന് പറയുന്നത് നമ്മുടെ അസംബ്ലി ലൈഫാണ്. അസംബ്ലിയിൽ എങ്ങനെയായിരിക്കണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെ വർത്തിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മയോട് ഓർപ്പിക്കുന്നു. ആ കാര്യം പുറകാലെ 4-ാം അധ്യായം പഠിക്കുമ്പോൾ അല്പം കൊണ്ട് വിശദമായിട്ട് ഞാനത് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. 5-ാമത്തെ അധ്യായം എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ ലൈഫാണ്. സാമൂഹിക ജീവിതം എങ്ങനെയായിരിക്കണം, നാം ജോലി ചെയ്യുന്ന മേഖലകളിൽ, പഠിക്കുന്ന സ്കൂൾ കോളേജുകളിൽ ഒക്കെ നാം എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് നമ്മെ ഓർപ്പിക്കുന്നത്. അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോകാനായിട്ട് പാടില്ല. പ്രത്യേകിച്ച് യുവാക്കന്മാരായിരിക്കുന്ന കുഞ്ഞുങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണല്ലോ. അത് ആ നിലയിൽ വളരെ ശ്രദ്ധിക്കണം എന്ന് നമ്മെ ഓർപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം, അത് 6-ാമത്തെ മുറി എന്ന് പറയുന്നത് അത് നമ്മുടെ ധനവാന്മാരുടെ മുറിയാണ്. നമുക്ക് അസംബ്ലിയിൽ ധാരാളം ധനത്തിൻ്റെ ആവശ്യമുണ്ട്. വിശ്വാസികൾ തങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാം സ്വന്തമായിട്ട് കൂട്ടിവെക്കാനല്ല, അസംബ്ലിയിലേക്കും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയും കർത്താവിൻ്റെ വേലക്കാർക്ക് വേണ്ടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ആ നിലയിൽ പങ്കിട്ട് കൊടുക്കണം. അതാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. ആ കാര്യം 6-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ 5-ാം അധ്യായത്തിൽ വിശുദ്ധന്മാരുടെ ഒരു നിരകൾ കാണാം, മൂപ്പന്മാരായിരിക്കുന്നവരെ കാണാം, യഥാർത്ഥ വിധവന്മാരായിരിക്കുന്നവരെ കാണാം, അവർക്കുള്ള കരുതൽ കാണാം. സ്റ്റോർ റൂമാണ് 5-ാം അധ്യായം. എന്നാൽ 6-ാം അധ്യായമാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ധനവാന്മാരുടെ മുറി. ഈ യാഥാർത്ഥ്യങ്ങളുടെ നമ്മൾ ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് വേണം നമുക്ക് ഈ വേദഭാഗങ്ങൾ മുൻപോട്ട് പഠിക്കുവാനായിട്ട് എന്ന് ഓർപ്പിക്കുകയാണ്. നാം 3-ാം അധ്യായം പഠിച്ച് അത് അവസാനിപ്പിച്ചത് ഇങ്ങനെയാണല്ലോ, ദൈവഭക്തിയുടെ മർമ്മത്തെക്കുറിച്ചാണ്. ഇനി അത് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇവിടെ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരധർമ്മത്തിൻ്റെ മർമ്മത്തെക്കുറിച്ച് പറയുകയാണ്. അതിവിടെ മാത്രമല്ല, 2 തെസ്സലോനിക്കർ 2-ാം അധ്യായത്തിലും 2:7 ആ കാര്യങ്ങൾ പറയുന്നുണ്ട്. അധർമ്മത്തിൻ്റെ മർമ്മം എന്നൊരു പ്രയോഗം നമുക്ക് കാണാണ്ട് കഴിയും. എന്നാൽ ഇവിടെ നമ്മൾ വായിച്ചു കേട്ടത് 4-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ എന്നാൽ എന്നുള്ള പദം കൊണ്ടാണ്. എന്നാൽ ഭാവി കാലത്ത്. അപ്പോൾ എന്നാൽ എന്ന പ്രയോഗത്തോടുകൂടി അപ്പോസ്തലൻ എഴുതി തുടങ്ങിയാണ്. അതായത് ക്രിസ്തു സഭയുടെ അടിസ്ഥാനം ഇളകാത്തതാണെന്നും വിശ്വാസപ്രമാണം സുസ്ഥിരമാണെന്നും നാം അത് മുൻ പഠനങ്ങളിലൊക്കെ നമുക്ക് അതിൽ നിന്ന് ഗ്രഹിക്കാനായിട്ട് സാധിച്ചല്ലോ. എന്നാൽ ഈ ഭാവി കാലത്ത് ചിലരെന്ത് ചെയ്തു? വ്യാജ ആത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും എന്ത് ചെയ്യുന്നു? അവർ ആശ്രയിച്ച് പോഷ്ക്ക് പറയുന്നവരുടെ ആ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന് ആത്മാവ് തെളിവായി പറയുന്നു എന്നാണ് നമ്മൾ കാണാൻ കഴിയുന്നത്. അതൊരു അന്ത്യകാലത്തിൻ്റെ ലക്ഷണമായിട്ടാണ് കാണാൻ കഴിയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ നിലയിൽ അന്ത്യകാലത്ത് സംഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം മുൻകൂട്ടി പ്രവാചകന്മാർ മുഖാന്തരം നമുക്ക് എഴുതി ലഭിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനായിട്ട് സാധിക്കും. ആ നിലയിൽ പിശാച് വീഴിച്ചതായ ധാരാളം ആളുകളെക്കുറിച്ച് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇടലേനത്തിൽ ഭൂതത്തെക്കുറിച്ച് പറയുന്നത് ഇവിടെയാണ്. സാത്താൻ അതെ അനുകരിക്കുന്നവനാണല്ലോ. എന്നാൽ സാത്താൻ്റെ കാര്യം പൗലോസ് 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിലും അതുപോലെ തന്നെ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 6 ഭാഗത്തൊക്കെ ആ കാര്യം ഓർപ്പിക്കുന്നുണ്ട്. എന്നാൽ മത്തായി 16-ന്റെ 21 മുതൽ 23 ഭാഗത്ത് പറയുന്നത് അത് കർത്താവ് തൻ്റെ സഭയെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കൽ പത്രോസിനെ അത് ഉപയോഗിച്ചതായിട്ട് നമ്മളൊക്കെ അവിടെ കാണാണ്ട് കഴിയും. എന്നാൽ അനന്യാസ് സഫീറയെ ഉപയോഗിച്ചതിനെ കുറിച്ച് 5-ാം അധ്യായത്തിൽ അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായത്തിൽ കാണാണ്ട് കഴിയും. അപ്പോൾ വിപരീത ഉപദേശം പ്രസ്താവിക്കുന്നവർ വിശ്വാസികളുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്കും എന്നായിരുന്നു പൗലൂസിൻ്റെ മുന്നറിയിപ്പ്. അതാണ് അപ്പോസ്തലപ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാണ്ട് കഴിയുന്നു. ശിഷ്യന്മാരെ വലിക്കുന്ന ഒരു കൂട്ടം ആളുകൾ വിപരീത ഉപദേശക്കാരാണ്. അതുകൊണ്ട് ക്രിസ്തീയ വിശ്വാസ സത്യങ്ങളിൽ നിന്നും മനഃപൂർവ്വമായിട്ട് ഒഴിഞ്ഞു മാറുന്ന അവസ്ഥയാണ് വിശ്വാസത്യാഗം എന്ന് പറയുന്നത്. ഞാൻ 4-ാം അധ്യായത്തിലേക്ക് വന്നിട്ട് അനന്യാസിനെ സഫീറയെ കുറിച്ചൊന്ന് ഓർപ്പിക്കാം എന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അനന്യാസിനെ സഫീറയും ദൈവം ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നു. അവർ നല്ല കഴിവുള്ളവരായിരുന്നു, നല്ല ആളുകളാണ്. അക്കാലത്ത് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കാത്തവർ ധാരാളമുണ്ട്, 5 പൈസ കൊടുക്കാത്തവരുണ്ട്. എന്നാൽ ഇവിടെ എന്ത് ചെയ്തു? അന്ന് അപ്പോസ്തലന്മാരുടെ കാലത്തെ നിയമം എന്ന് പറയുന്നത് അവർ തങ്ങൾക്കുള്ള പ്രോപ്പർട്ടികളെല്ലാം വിട്ട് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊടുക്കണമെന്നാണ്. എന്നാൽ ഇവിടുത്തെ അനന്യാസ് സഫീർ എന്ത് ചെയ്തു? അവർക്കുള്ള വസ്തുക്കളെല്ലാം വിറ്റ് പകുതി അവർ മാറ്റിവെച്ച് പകുതി കൊണ്ട് അപ്പോസ്തലന്മാരെ കൊടുത്തു. അതിൻ്റെ തിക്ത അനുഭവങ്ങളാണ് പിന്നീട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. പത്രോസും ഈ കാര്യം പറയുമ്പോൾ അത് ദൈവത്തോടെതിരായിട്ടാണ് നിങ്ങൾ വ്യാജം കാണിക്കുന്നത് പറഞ്ഞു. അങ്ങനെ അനനിയാസും മരണം സംഭവിച്ചു.
അതുപോലെ തന്നെ സഫീറയ്ക്കും മരണം സംഭവിക്കാനിടയായി. നമുക്കവരെക്കുറിച്ച് ധാരാളം പഠിക്കേണ്ടതായിട്ടുണ്ട്. ദൈവം അവരെ വാസ്തവത്തിൽ അടുത്തൊരു നല്ലൊരു എൽഡറും ആ നല്ലൊരു എൽഡറിൻ്റെ വൈഫായിട്ടൊക്കെ ഇരുന്ന് സഭകളിൽ നന്നായിട്ടിരിക്കാനായിട്ട് സാധിക്കുമായിരുന്നു. പക്ഷേ അവർ തന്നെ എന്ത് ചെയ്തു? അവർ തന്നെ ആ സ്ഥാനം നഷ്ടപ്പെടുത്തുവാനായിട്ട് ഇടയായി തീർന്നു. ബിലയാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ ബഹുമാനിപ്പാനായിട്ട് ആഗ്രഹിച്ചു, നീ നിന്റെ ബഹുമാനം മുടക്കിക്കളഞ്ഞു എന്നാണ് സംഖ്യ 23:10 വാക്യത്തിൽ പറയുന്നത്. നമ്മൾ തന്നെ നമ്മുടെ ബഹുമാനം നഷ്ടപ്പെടുത്തുന്നു, നമ്മൾ തന്നെ നമുക്കുള്ളതായ മാന്യത നഷ്ടപ്പെടുത്തുന്നു എന്നുള്ള യാഥാർത്ഥ്യം അനന്യാസിലൂടെയും സഫീറയിലൂടെ നമുക്ക് കാണാണ്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, വരുന്ന ദിവസങ്ങളിൽ ഈ ഭോഷ്ക് കാണിച്ച് വിശ്വാസത്തിൽ കപടത കാണിച്ച് വിശ്വാസത്തിൽ വീണുപോയി ആ വീഴ്ച മരണത്തിലേക്ക് പോയതായ 2 വ്യക്തികളുടെ ചരിത്രമാണ് അനന്യാസും സഫീറയും. ഈ രാവിലെ ഈ വേദഭാഗം പഠിക്കുന്ന ഒരു വേദപഠിതാവൻ വളരെ ഭയത്തോടുകൂടി വേണം മുൻപോട്ട് പോകാൻ. ദൈവം ഈ വചനങ്ങളെ സഹായിക്കട്ടെ. തുടർ പഠനം നമുക്ക് നടത്താം. കർത്താവിൻ്റെ വിലയേറിയ നാമം എന്നുപോലെ എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കാൽവരി ക്രൂശിൽ മരണമാസ്വദിച്ചു ദുഷ്ടനാം സാത്താന്റെ തല തകർത്തു. കാൽവരി ക്രൂശിൽ മരണമാസ്വദിച്ചു ദുഷ്ടനാം സാത്താന്റെ തല തകർത്തു. ജയത്തിൻ ഘോഷം ധ്വനിക്കുന്നവിടെ ജയിച്ചു നാമം വാണിടുമല്ലോ. ജയത്തിൻ ഘോഷം ധ്വനിക്കുന്നവിടെ ജയിച്ചു നാമം വാണിടുമല്ലോ. ഈ ദൈവസ്നേഹത്തെ ആഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ. ഈ ദൈവസ്നേഹത്തെ ആഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും അവകാശം നൽകുവാൻ.